ഗുഡ് മോർണിംഗ് എവരിബഡി. ലിറ്റ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ ഇംഗ്ലീഷ് കോമൺ കോഴ്സായ ട്രാൻസാക്ഷൻസ് എസെൻഷ്യൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് എന്ന പേപ്പർ ആണ് ഇന്ന് നമ്മുടെ ക്ലാസ്. ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠനത്തിൻ്റെ വളരെ പ്രാഥമികമായിട്ടുള്ള രണ്ട് ഘട്ടങ്ങളാണ് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്. ഈ രണ്ട് ഏരിയയാണ് ഈ ഒരു പേപ്പർ ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ വിവിധ വശങ്ങൾ പഠിക്കുകയാണ് ഈ ഒരു പേപ്പറിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ പ്രൊനൗൺസിയേഷനാണ്, ഉച്ചാരണം. നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ കൂടുതൽ ഇൻട്രൊഡക്ഷൻ നൽകി ഞാൻ ഈ വീഡിയോ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നേരിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാം. പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് നമുക്കറിയാം. വാട്ട് ഈസ് പ്രൊനൗൺസിയേഷൻ? ഉച്ചാരണം പലതരത്തിലുള്ള ഉച്ചാരണങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. ഇന്ന് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ലോക ഭാഷയാണ്. അതിൻ്റെ ഉച്ചാരണം വൈവിധ്യമാർന്ന ശൈലിയിൽ ലോകത്തെല്ലായിടത്തും നിലനിൽക്കുന്നു. ഇംഗ്ലീഷുകാർ ഉച്ചരിക്കുന്ന ശൈലിയിലല്ല ഇന്ത്യക്കാർ ഉച്ചരിക്കുന്നത്. ഇന്ത്യക്കാരുടെ സ്റ്റൈലല്ല ഓസ്ട്രേലിയക്കാർ ഉച്ചരിക്കുന്നതിന്. ഓസ്ട്രേലിയക്കാരുടെ സ്റ്റൈലല്ല അമേരിക്കക്കാർക്ക്. ആഫ്രിക്കക്കാർ അവരുടെ നാറ്റീവ് ലാംഗ്വേജുമായി ചേർന്നുള്ള മറ്റൊരു ഉച്ചാരണ ശൈലിയാണ് സ്വീകരിക്കുന്നത്. ചൈനക്കാരുടെ ഉച്ചാരണം ഒരുപക്ഷെ കേട്ടാൽ ഇംഗ്ലീഷ് ആണെന്ന് പോലും നമുക്ക് പോലും മനസ്സിലാകില്ല. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഉച്ചാരണ ശൈലികളാണ് ഇന്ന് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു സ്റ്റൈല് വേണം. അതിന് RP എന്ന് പറയും, റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ. ഒരു സ്റ്റൈല് വേണമെന്ന ചിന്തയിൽ നിന്നാണ് പ്രൊനൗൺസിയേഷൻ പഠനങ്ങൾ ആരംഭിക്കുന്നത്. മിഡ്ലാൻഡ് ഇംഗ്ലീഷ് എന്ന് പറയപ്പെടുന്ന ഇംഗ്ലണ്ടിലെ സതേൺ പാർട്ടിൽ ജീവിക്കുന്ന ആളുകളുടെ ഉച്ചാരണത്തെ പ്രൈമറി ഉച്ചാരണമായി സ്വീകരിക്കുകയും അതിനനുസരിച്ച് രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു ഫണറ്റിക് പാറ്റേൺ ആണ് നമ്മൾ റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊനൗൺസിയേഷൻ എന്നൊക്കെ പേരിൽ ഉച്ചരിക്കുകയും അറിയുകയും പഠിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു പഠനമാണ് ഈ ഒരു ചാപ്റ്ററിലും നമ്മൾ നടത്താൻ പോകുന്നത്. ഓക്കെ, pronunciation is the way in which a word or a language is spoken. We know what is pronunciation. It is the way in which a word or a language is spoken. It is a way in which a language or word is spoken. We are talking in language. We are speaking in our Malayalam language. We have a way to speak our Malayalam language. Like that, each and every language of the world has its own ways, its own patterns to speak, to deliver, to make understand others their language and views and opinion about their language learning. English is a global language, and therefore their pronunciation vary with cultures, regions and speakers. As I have already said, English is a world language, and therefore their pronunciation vary with cultures. We know different according to their culture. In accordance with the difference in the culture, the language of the people are varied. The regions, in accordance with the regions, in accordance with the speakers, the language spoken by them are varied, and its pronunciation is varied. They are speaking in different way. So we want a seminal way or a single way in which everyone can understand the same language. So what is phonetics? Phonetics is a branch of linguistics that focuses on the prediction and classification of the word's speech sounds. Phonetics is a branch of linguistics. What is linguistics? Linguistics is the study of language. Linguistics is the study of language, and phonetics is a branch of linguistics that focuses on the prediction and classification of word speech sounds, which focuses on the prediction and classification of word speech sounds.
how to produce a speech sound and how to classify a speech sound. These were the subjects of phonetics. So phonetics is a branch of linguistics that focuses on the prediction and classification of world speech sounds. In English, there is no one-to-one relation between system of writing and system of pronunciation. In English, we know there are 26 letters. Okay, the alphabet which we use to write English has 26 letters, but in standard British English there are 44 speech sounds or phonemes. We have 44 phonemes or speech sounds, but we have only 26 letters. Using these 26 letters, we are pronouncing 44 letters, 44 phonemes or speech sounds. So we can say that there is no one-to-one relation between the system of writing and system of pronunciation. One-to-one relationship in Malayalam, we know that there is a one-to-one relationship between writing and speaking. For example, read, the word read, R-E-A-D, read. Read is writing style. We speak or we utter read, but in past tense, we are uttering read. So this writing style is read, R-E-A-D. There is no difference in writing style, but the utterance is different. In writing style there is no difference, but in utterance is different. So we can say that there is no one-to-one relation between writing and pronunciation. ഇപ്പോൾ read എന്ന വാക്ക് എഴുതുമ്പോൾ READ എന്നാണ് എഴുതുക. അത് നമ്മൾ വായിക്കുമ്പോൾ read. പക്ഷേ പാസ്റ്റ് ടെൻസിൽ അതിൻ്റെ ഉച്ചാരണം റെഡ് എന്നാണ്. എഴുതൽ റീഡ് തന്നെയാണ്. അപ്പോൾ റീഡ് എന്ന് എഴുതി നമ്മൾ റെഡ് എന്ന് വായിക്കും. അപ്പോൾ വൺ-ടു-വൺ റിലേഷൻ, നേരിട്ടുള്ള ഒരു റിലേഷൻ ഇല്ല. എഴുതുന്നത് തന്നെ അല്ല വായിക്കുക. പക്ഷെ മലയാളത്തിന് അങ്ങനെയല്ല. മലയാളത്തിൽ എഴുതുന്നത് തന്നെയാണ് നമ്മൾ വായിക്കൽ. ഇൻ മലയാളം വി ആർ റീഡിങ് വാട്ട് വി ആർ റൈറ്റിംഗ്, നോട്ട് ദ അതർ വൺ. ബട്ട് ഇൻ ഇംഗ്ലീഷ് പലപ്പോഴും നമ്മൾ കളിയാക്കിയിട്ട് കാലിക്കറ്റ് എന്ന വാക്കിനെ കുറിച്ച് പറയാറുണ്ട്. സാലിസ്യൂട്ട് എന്ന് എഴുതുകയും കാലിക്കറ്റ് എന്ന് വായിക്കുകയും കോഴിക്കോടെന്ന് അർത്ഥം പറയുകയും ചെയ്യുക എന്ന്. അത് മദർലെസ് ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടത്തെ കാലത്ത് ആളുകൾ കളിയാക്കിയിരുന്നു ഇംഗ്ലീഷിനെ. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ പറയുന്നത്. വൺ-ടു-വൺ റിലേഷൻ ഇല്ല. 26 ലെറ്റേഴ്സ്. Using this 26 letters, we are producing 44 phonemes or speech sounds. To represent the basic sounds of spoken language, linguists use a set of phonetic symbols. To represent the basic sounds of spoken language, how to speak, that is an important thing. And to represent the speak or the speaking sounds or the spoken languages, linguists use a set of phonetic symbols. There are some symbols. Using these symbols we have to speak. So using these symbols we can produce our speech sounds, or we can produce our sound itself. That there is some symbols. That symbols are 44 in English language. We can enter to that symbols. Then we can classify speech sounds into different categories. Speech sounds, we know there were 44 speech sounds we already had discussed. These 44 speech sounds also been divided into two categories: vowels and consonants. Vowels and consonants. Vowels we know in Malayalam also we have vowels and consonants. Swarangalum, Vyanjanangalum, we know. There were different sounds in Malayalam also. And vowel sounds also be classified into pure vowels and diphthongs. There were pure vowels and diphthongs. There were 20 vowels in English language, 20 vowels, and 24 consonants. We already have said that there were 44 speech sounds in English language, 44 speech sounds, and this 44 is divided into 20 vowels and 24 consonants. Okay,
And the 20 vowels also classified into pure vowels and diphthongs. 12 pure vowels. There were 12 pure vowels and 8 diphthongs. 20 is divided into 12 and 8. Okay. അപ്പോൾ സ്പീച്ച് സൗണ്ടുകളെ നമ്മൾ വവൽസും കോൺസണൻറ്റുമായിട്ട് രണ്ടെണ്ണാക്കി തിരിക്കും. അത് സ്വരങ്ങളും വ്യഞ്ജനങ്ങളുമാണ്. നമുക്കതറിയാം. അത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഇനി വവൽസിനെ തന്നെ രണ്ടെണ്ണാക്കി തിരിക്കും. പ്യുവർ വവൽസും ഡിഫ്തോങ്സും. പ്യുവർ വവൽസും ഡിഫ്തോങ്സും. പ്യുവർ വവൽസ് എന്ന് പറഞ്ഞാൽ അത് 12 എണ്ണാണുള്ളത്. ഡിഫ്തോങ്സ് 8 എണ്ണം. അങ്ങനെ ടോട്ടൽ 20 എണ്ണം. കോൺസണൻസ് ആണെങ്കിൽ 24 എണ്ണം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് തന്നെ വിശദീകരിക്കുന്നു. വാട്ട് ഈസ് വവൽ? Vowels are made by opening the mouth and letting air come out freely. While we are pronouncing a vowel sound, there is no closure in our mouth. There is no friction in our mouth. There is no close. It is widely open. It is open. There is no connection in our mouth. No connection means there is no bondage in our mouth. There is no defense in our mouth. It is widely open and the air is coming out without any friction, without any closure. And the following are 12 vowel sounds in English. The letters in bold show the corresponding sound in words. Okay, vowel sounds ഉച്ചരിക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള തടസ്സവുമില്ലാതെ എയർ നമ്മുടെ വായിലൂടെ പുറത്തു വരുന്നു. അതാണ് വിത്തൗട്ട് എനി ക്ലോഷർ ഓർ ഫ്രിക്ഷൻ എയർ ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദ മൗത്ത്. അപ്പോൾ ഒരു തരത്തിലുള്ള ബന്ധമുണ്ടല്ലോ. അതിൻ്റെ ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. താഴെ ഓരോ സൗണ്ട് നമ്മൾ കൊടുക്കുകയാണ്. ഞാനത് ഉച്ചരിക്കുന്നുണ്ട്. 12 സൗണ്ടുകളാണ് പ്യുവർ വവൽസ് ഉള്ളത്. അത് ആദ്യം നമ്മൾ പറയുന്നു. ആദ്യത്തത് സൗണ്ട് ഉച്ചാരണം. സൗണ്ട്സ് എന്നുള്ളിടത്ത് നോക്കുക. അത് എഴുതുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് 2 സ്ലാഷ് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിലാണ് ഈ ഒരു സൗണ്ട് എഴുതുക. 2 സ്ലാഷ്. അപ്പോൾ ആദ്യം എഴുതിയിരിക്കുന്ന ഒരു ഐ രൂപത്തിലാണ്. ഐ അല്ല, അതിൻ്റെ ഉച്ചാരണം ഇ. ഉച്ചരിക്കേണ്ടത് ഇ. ഇ. നിങ്ങൾ എൻ്റെ കൂടെ ഉച്ചരിക്കുക. വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ കൂടെ ഉച്ചരിക്കുക. ഇ. എക്സാമ്പിൾസ് നോക്കുക. പിൻ, വില്ലേജ്, ഹൗസിസ്. പിൻ, പ്, ഇ, ഇൻ. 3 സൗണ്ടുകളാണുള്ളത്. ഒന്ന് പ്, രണ്ടാമത്തെ ഇ, മൂന്നാമത്തെ ഇൻ. പിൻ, പിൻ. വില്ലേജ്. നമ്മൾ വില്ലേജ് എന്നാണ് ഉച്ചരിക്കൽ സാധാരണഗതിയിൽ. അത് തെറ്റാണ്. RP അനുസരിച്ച് തെറ്റാണ്. വില്ലേജ് അവസാനം ആ എ വരുന്ന സ്ഥലത്ത് ഇ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഉച്ചാരണം ഇ. വില്ലേജ്, വില്ലേജ്. ഹൗസിസ്, ഹൗസസ് എന്നല്ല, ഹൗസിസ്. ഓക്കെ. ഇ എന്ന ഈ എന്ന ഉച്ചാരണം വരുന്നത് എങ്ങനെയാണെന്ന് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ആ സിമ്പൽ എങ്ങനെയാണ് എഴുതേണ്ടത് മനസ്സിലായി. അത് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ അക്ഷരങ്ങൾക്ക് പകരമായത് വരുന്നുള്ളത് മനസ്സിലായി. ഇനിയും അക്ഷരങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഐ എന്ന അക്ഷരത്തിന് പകരം ഇ എന്ന സൗണ്ട് വരും. വില്ലേജ് എന്നതിലെ എ എന്ന അക്ഷരത്തിന് ലെറ്ററിന് ഉച്ചാരണമായിട്ട് ഇ സൗണ്ട് വരും. ഇനി ഹൗസിസ് എന്നതിൽ ഇ എന്ന സൗണ്ടിൻ്റെ ഉച്ചാരണമായിട്ടും എന്ത് വരും? ഇ എന്ന ഹൗസിസ് എന്നതിലെ ഇ എന്ന ലെറ്ററിന് പകരമായിട്ടും ഇ എന്ന ഉച്ചാരണം വരും. ഓക്കെ, ഹൗസിസ്, ഇ. അതിൻ്റെ അടുത്തത് നിങ്ങളപ്പോൾ മനസ്സിലാക്കുക. എഴുതേണ്ടത് എങ്ങനെ മനസ്സിലാക്കുക? ഇ കേട്ടോ. ഇ, പിൻ, വില്ലേജ്, ഹൗസിസ്. ഇനി അടുത്ത സൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. ഈ ആദ്യം നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ഈ എഴുതേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി. ഒരു ഐ എഴുതിയതിനു ശേഷം ഒരു കോളൻ, 2 കുത്ത്, എന്നിട്ട് അതിനെ സ്ലാഷിൻ്റെ ഉള്ളിലാക്കുക. ഈ ഉച്ചരിക്കുന്ന നോക്കൂ. കീ, കീ, കീപ്പ്, കീപ്പ്. ഫീൽഡ്, ഫീൽഡ്. സീ, സീ. അപ്പോൾ ഏതൊക്കെ അക്ഷരത്തിന് പകരം വരുന്നു? ഇ എന്നത് ഈ വൈക്ക് പകരം വരുന്നു. കീയിൽ ഈ വൈക്ക്.
ഇനി കീപ്പിലെ ഡബിൾ ഇക്ക് പകരം വരുന്നു ഇ എന്ന സൗണ്ട്. ഫീൽഡിലെ ഐ ഇ എന്ന അക്ഷരങ്ങൾക്ക് പകരമായി ഇ വരുന്നു. സിയിലെ ഇ എ എന്ന അക്ഷരങ്ങൾക്ക് പകരമായിട്ട് ഈ ഉച്ചാരണം വരുന്നു. കീ, കീപ്, ഫീൽഡ്, സി. ഇ ഉച്ചാരണം മനസ്സിലായല്ലോ? ഇ നിങ്ങളെല്ലാവരും ഉച്ചരിച്ച് നോക്കുക. നെക്സ്റ്റ് എ എഴുതേണ്ടത് മനസ്സിലായല്ലോ? ഒരു ഇ ആണ്, ചെറിയ ഇ. അതിൻ്റെ രൂപം ഇ ആണ്, പക്ഷെ ഉച്ചരിക്കേണ്ടത് എ. വായിക്കേണ്ടത് നോക്കാം നമുക്ക്. മെറ്റ്, മെറ്റ്. ബ്രെഡ്, many, bread, many. bread. അപ്പോൾ ഏതൊക്കെ അക്ഷരങ്ങൾക്ക് പകരം വരുന്നത്? ഇ എന്ന അക്ഷരത്തിന് പകരമായി എ ഉച്ചാരണം വരുന്നു മെറ്റിൽ. അതേപോലെ ബ്രെഡ്, ഇ എ എന്ന അക്ഷരങ്ങൾക്ക് ഇവിടെ ഉച്ചാരണമായിട്ട് എ സൗണ്ട് വരുന്നു. ബ്രെഡ്. മെനി, മനി അല്ല, എം എ എന്ന് കണ്ടിട്ട് നമ്മൾ മാ എന്ന് വായിക്കോ? ഇല്ല, മെനി. അപ്പോൾ എ എന്ന ലെറ്ററിന് പകരമായിട്ടും അക്ഷരത്തിന് പകരമായിട്ടും എ ഉച്ചാരണം വരുന്നു മെനി. മെറ്റ്, ബ്രെഡ്, മെനി. നെക്സ്റ്റ് ഇപ്പം നമ്മൾ പഠിച്ച നേരത്തെ നമ്മൾ പഠിച്ച എ, ആ എയുടെ ഒന്ന് ദീർഘം അത് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അത് എഴുതേണ്ടതിൻ്റെ രൂപമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് എഴുതേണ്ട രൂപം ഞാൻ നിങ്ങൾക്ക് വളരെ അതിൽ കണ്ട രൂപത്തിൽ നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ ഞാൻ ഷെയർ ചെയ്ത് തരേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ എഴുതേണ്ട രൂപം എന്നുള്ളത് ഒന്നും കൂടെ വ്യക്തമായിട്ട് ഇത് നിങ്ങൾ കാണുക. ചരണം ten, അല്ല ten. man, hand, hand അല്ല, മാൻ അല്ല, ടാൻ അല്ല, അതൊന്നും അല്ല ഉച്ചാരണം. പകരം man, hand, tan. ഓക്കെ. അടുത്തത് ഉച്ചാരണം അതിൻ്റെ ഒരു എഴുതുന്നു, ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ ലൈനില്ല. അതിന് ഉച്ചാരണം എഴുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിട്ട് സെൻറ്ററിൽ ലൈൻ വരക്കുമല്ലോ, ആ ലൈൻ ഇല്ലാതെയാണ് അത് എഴുതേണ്ടത്. ഉച്ചാരണം നോക്കൂ. കപ്പ്, CU, കപ്പ്. കളർ, രണ്ടെണ്ണം ഉണ്ട് അവിടെ. കളർ. ബ്ലഡ്, blood, blood. month എന്നുള്ള ഉച്ചാരണം മന്ത്. അപ്പോൾ ഏതൊക്കെ അക്ഷരങ്ങൾക്ക് പകരമായിട്ട് ഉച്ചാരണം വരും? യുവിന് പകരമായി വരും കപ്പ്. കളർ, ഓ എന്നതിന് പകരമായി വരും യുവിന് പകരമായി വരും. എന്നുള്ളിടത്ത് അല്ല, കളർ എന്നുള്ളിടത്ത് ആദ്യത്തെ ഓ എന്നതിന് പകരമായിട്ട് വന്നു. ലർ എന്നുള്ളിടത്ത് യുവിന് പകരമായിട്ടും എന്ത് വന്നു? ഉച്ചാരണം വന്നു. ബ്ലഡ്, ഡബിൾ ഓ, അതിന് പകരമായിട്ട് ഉച്ചാരണം വന്നു. മന്ത്, ഓക്ക് പകരമായി വന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള സ്വരങ്ങൾ ഇനി അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു. ഇ, എ, ഓക്കെ. ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നു. അടുത്ത സ്ലൈഡിൽ ആദ്യമായി കാണുന്നത് ഒരു എ എഴുതിയിട്ട് രണ്ട് കുത്ത്. ഉച്ചാരണം നോക്കാം നമുക്ക് അതിൻ്റെ വാക്കുകൾ ഏതൊക്കെ. കാറ് എന്നല്ല പറയല്. അവസാനം ഉച്ചാരണം, അവസാനം ആർ സൈലന്റ് ആയിരിക്കും, കാണൂല. ആമി, ആർമി അല്ല, ആമി. ഇപ്പൊ സൗണ്ടാണ് വരുന്നത്. ആമി. ഓക്കെ. ഇനി അടുത്ത സൗണ്ട് ഓ എന്ന് എഴുതിയത് നിങ്ങൾ കണ്ട ഒരു രൂപം നിങ്ങൾക്ക് ഞാൻ ചുവപ്പ് മഷിയിൽ എഴുതിയിട്ടുള്ള ഒരു രൂപം കാണുന്നുണ്ടാവും.
ഇത് രണ്ട് രൂപത്തിലും നിങ്ങൾക്ക് എഴുതാം. രണ്ട് രൂപത്തിലും എഴുതുന്ന രീതിയുണ്ട്. രണ്ടാമത്തെ രീതിയാണ് നല്ലത്, നിങ്ങൾക്ക് സുഖം എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത് സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. മറ്റത് കുറച്ചൊരു പ്രയാസമാണ്. ഇപ്പോൾ ഓ ഓ ചരണം ഓ. കോട്ട് കോട്ട് കോട്ടല്ല, കോ നീട്ടണ്ട. കോട്ട്. ഷോട്ട് orange 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 orange. short short ഷാ നീട്ടാല്ല കേട്ടോ. ഷോട്ട്. കോട്ട് ഖ ഒ ട് കോട്ട്. ഖ ഒ ട് കോട്ട്. ഷ ഒ ട് ഷോട്ട്. orange ഓ. നെക്സ്റ്റ് ഓ നീട്ടാനുള്ളത് കണ്ടല്ലോ. ഓ ആ രൂപം, എഴുതുന്ന രൂപം നിങ്ങൾ കണ്ടു. സി എന്ന അക്ഷരം തല തിരിച്ചിട്ട് രണ്ട് കുത്തിടാം. ഓ. കോട്ട് ഫോട്ട് ഡോ വോ വോ. വാർ എന്നല്ല ഉച്ചാരണം, വോ വോ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇതൊക്കെയാണ് ചോദിക്കട്ടോ. വോ എന്നൊക്കെ ഉള്ളതാണ് ചോദിക്കുക. അതിൻ്റെ ഉച്ചാരണം എഴുതാൻ പറയും. വോ എങ്ങനെയാണ്? വോ. ഡോ ഫോട്ട് കോട്ട് കോട്ട് ഫോട്ട് ഡോ വോ. ഓ ചരണം ഓ ഓ. നെക്സ്റ്റ് സൗണ്ടിലേക്ക് വരാം. ഉ. ഇപ്പം നമ്മൾ പഠിച്ചത് ഓ ആണ്. ഓ ഓ ആയി. ഇനി ഉ. ഉ. പുറ്റ് വുമൻ വുഡ്. വുമൻ വുഡ്. പുറ്റ് പുറ്റ് പ് ഒ ട് പുറ്റ്. വുമൻ വുഡ് വുഡ്. പുറ്റ് വുമൻ വുഡ്. അതിൽ യു സൗണ്ടിന് പകരമായിട്ട് ഉ വരും. ഓ സൗണ്ടിന് പകരമായിട്ട് വരും. ഓ യു സൗണ്ടിന് പകരമായിട്ടും ഏത് വരും? ഉ സൗണ്ട് വരും. വുഡ് വുമൻ പുറ്റ്. പുറ്റ് വുമൻ വുഡ്. നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞു നോക്കുക കേട്ടോ. നെക്സ്റ്റ് ഊ ഊ. ഫൂൾ ജോൺ ബ്ലോ. ഊ സൗണ്ടാണ്. ഫൂൾ ഫൂൾ. ഫ് 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 സൗണ്ടിൻ്റെ കൂടെ തന്നെ ഊ. ഫൂൾ ഫൂൾ. ജൂൺ ജ് ഊ ൻ ജൂൺ. ബ്ലോ ബ്ലോ. എഴുതേണ്ട വായിക്കേണ്ട ബ്ലോ ബ്ലോ ബ്ലൂ. ചരണം ബ്ലൂ. നീട്ടെ കുറച്ച് ബ്ലൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു ആ ഓ ഓ ഉ ഊ. ഇനി അടുത്ത് നിങ്ങൾ ഇതുവരെ മലയാളത്തിലൊന്നും പരിചയമില്ലാത്തൊരു അക്ഷരമാണ്, ഒരു സൗണ്ടാണ് ഏ. ഏ ശരിക്കും കേൾക്കുക. ഏ നമ്മുടെ തൊണ്ടയുടെ അടിഭാഗത്ത് നിന്ന് വരുന്നൊരു ശബ്ദം. ഏ നമ്മൾ കളിയാക്കിയിട്ടൊക്കെ ചില ആളുകൾ പറയുമല്ലോ ഈ മലബാർ ഏരിയയിലൊക്കെ എന്ന്. അതേപോലെ അതിൻ്റെ ഉച്ചാരണം വരുന്ന നോക്കൂ വാക്കുകളിൽ. ഏത്ത് ഏത്ത്. കഴിഞ്ഞിട്ട് പിന്നെ ത് എന്നുള്ള ശബ്ദമാണ്. അർത്ത് റ് വരൂല അവിടെ. ഏത്ത് ഏത്ത് ഏത്ത്. റ് വരില്ല. ഗേൾ ഗ ഗേൾ ഗേൾ. വേർഡ് വ് വേർഡ് വേർഡ്. ഇപ്പോൾ ഏത്ത് ഗേൾ വേർഡ്. ഏത്ത് ഗേൾ വേർഡ്. ഏത്ത് ഗേൾ വേർഡ്. അത് എഴുതേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു 3 പോലെ എഴുതിയിട്ട് 2 കുത്ത് കോളൻ. ഇനി അടുത്ത സൗണ്ടിലേക്ക് പോകുന്നു. ഇപ്പം നമ്മൾ എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഇനി അത്ര നീട്ടേണ്ട ആവശ്യമില്ല. എന്നതിൻ്റെ ചുരുക്കിയിട്ടുള്ള രൂപം, ചെറിയ രൂപം. മദർ മദർ. മദർ എന്നല്ല, മദർ. മ അ ധ മദർ മദർ. ദ മദർ. ദ ത് എന്ന ശബ്ദവും മദർ. ആക്ടർ ആക്ടർ. ആക്ടർ എന്നല്ല, ഠ അ അല്ല, ആ ശബ്ദമല്ല വരുന്നത്. ആക്ടർ അല്ല വരുന്നത്. പകരം ആക്ടർ ആക്ടർ ആക്ടർ
actor, sugar, sugar, sugar അല്ല, sugar എന്നുള്ള ആ ശബ്ദമല്ല വരുന്നത്, ഗ ആ അല്ല വരുന്നത്, പകരം sugar, 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 sugar. അപ്പോൾ mother, actor, sugar, ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ളത് ആ ഓ ഓ ഓ ഓ ഇതാണ് പ്യുവർ വവൽസ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ പ്യുവർ വവൽസ് വി ആൾറെഡി ഹാവ് ഡിസ്കസ്ഡ്. 12 പ്യുവർ വവൽസ് വി ഹാവ് ടു സ്റ്റഡി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. We said that the speech sounds are classified into two vowels and consonants, and consonants also be classified into two pure vowels and diphthongs. There were 12 pure vowels, and we can enter into diphthongs. Diphthongs are, what is diphthong? Diphthongs are a combination of two pure vowels. Two pure vowels are combined and they were pronounced in one way. It is known as diphthongs. Diphthongs. The letters in bold below show the sound in words. Example, ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്യുവർ വവൽസ് ആണ് പഠിച്ചു കഴിഞ്ഞത്. അതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ, മോണോത്തോങ്സ്. മോണോത്തോങ്സ്, മോണോത്തോങ്സ് എന്നുള്ളത് പ്യുവർ വവൽസിൻ്റെ മറ്റൊരു പേരും കൂടെയാണ്. അപ്പോൾ അത് നിങ്ങൾ കേട്ടു വെക്കുക. അപ്പോൾ ഈ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ അടിയിൽ പിന്നെ 2-3 ചോദ്യത്തിന് ആൻസർ ചെയ്യണം. ആ ചോദ്യത്തിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്യുവർ വവൽസിൻ്റെ മറ്റൊരു പേരെന്താകുന്നു. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ അടിയിൽ വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് പ്യുവർ വവൽസ്. ഡിഫ്തോങ്സ് അല്ല, മോണോത്തോങ്സ് ആണ് അതിൻ്റെ ആൻസർ. നിങ്ങൾ അത് പിന്നെ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്നിട്ടിട്ട് അതിൻ്റെ ആൻസറായിട്ട് മോണോത്തോങ്സ് എന്ന് കൊടുക്കണം. ഓക്കെ. ഡിഫ്തോങ്സ്. Diphthongs are a combination of two pure vowels. The letters in bold below show the sound in words. Example, അപ്പോൾ അതിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാനത് വായിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിൽ നിങ്ങൾ ഈ സൗണ്ടുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 2 സൗണ്ട് ഒരുമിച്ച് വന്നതാണ് ഡിഫ്തോങ്സ്. ഫസ്റ്റ് സൗണ്ട് നിങ്ങൾ നോക്കൂ, നമ്മൾ പഠിച്ച 2 എണ്ണമാണ്. ഒന്നാമത്തെ എ, രണ്ടാമത്തെ ഇ അല്ലേ. എ ഇ, ഏയ് ഏയ്. ഉച്ചരിക്കേണ്ടത് ഏയ് 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 ഏയ്. നിങ്ങളത് ഉച്ചരിച്ച് നോക്കുക എൻ്റെ കൂടെ, ഏയ് ഏയ്. ഇനി അതിൻ്റെ എക്സാമ്പിൾ നോക്കൂ. ടെയിൽ, 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 TAEL, ടെയിൽ. ഏയ് ഏയ്, ടെയിൽ ടെയിൽ. ഗ്രേറ്റ്, 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 eight, great, 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 eight, great. Next, base, base, B-A-E, base, base, A, base. അപ്പോൾ ആദ്യത്തെ ഡിഫ്തോങ് എന്ന് പറയുന്നത് ഏയ് ഏയ്. രണ്ടാമത്തെ നോക്കൂ, ആദ്യത്തെ ശബ്ദം എ എ, രണ്ടാമത്തെ എ എ എ എ എ എ എ. നോക്കൂ നിങ്ങൾ എങ്ങനെ ഉച്ചരിക്കേണ്ടത്. ഷയോ ഷയോ, ഷയർ എന്നാണ് നമ്മൾ പലരും ഉച്ചരിക്കൽ. പലപ്പോഴും നമ്മൾ ഉച്ചരിക്കൽ ഷെയർ എന്നാണ്, പകരം ഷെയർ എന്നുള്ള ആർ സൈലൻ്റ് ആണ്. ഷ ഷ ഷ ഉച്ചരിക്കേണ്ടത് ഷ. കോ കോ പയോ കോ. പ്ലീസ് കോ മീ. The husband said, the wife said to the husband, please cow me, cow. Don't be afraid of, don't be careless, careless, careless. Cow, pear, 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 pear. There are pair of chicken, pair of students, pair of peacocks, pair air air air. സൗണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തത് എ ഇ
എ ഇ എയ് എയ്. രണ്ടാമത്തത് എ എ എओ എओ. മൂന്നാമത്തത് ഉ എ ഉ എ ഉ എ എ എന്നുള്ള ശബ്ദമാണ് നമ്മുടെ തൊണ്ടയുടെ അടിഭാഗത്ത് നിന്ന് വരണം. എ എ ഉ എ ഉ എ. വാക്കിലേക്ക് വരുമ്പോൾ നോക്കൂ. പൂവ പൂവ പൂ എ പൂവ. പ് ഉ എ പൂവ ഉ എ പൂവ. ടൂവ, അത് നമ്മൾ സാധാരണ ടൂർ എന്നൊക്കെയാണ് ഉച്ചരിക്കല്. ടൂവ ടൂവ ടു എ ടൂവ ടൂവ. ട് ഉ എ ടൂവ. ഡ്യൂറിങ് 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 ഡ്യൂ ഉ എ ഡ്യൂറിങ് ഡ്യൂറിങ്. ഡ്യൂ അല്ല, ഡ്യൂറിങ് അല്ല, ഡ്യൂറിങ്. ഡ്യൂ എന്നുള്ള ഉ അല്ല, ഡ്യൂറിങ് ഡ്യൂറിങ് the examination we felt afraid of the questions. ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. during the examination we felt afraid of questions. എക്സാമിനേഷൻ്റെ ഇടയിൽ നമ്മൾ ക്വസ്റ്റ്യൻസിനൊക്കെ ഉണ്ട് പേടിച്ചു പോയി എന്നൊക്കെയുള്ള during. അപ്പോൾ ഉവ. ഇനി അടുത്ത് നോക്കൂ നിങ്ങൾ. ഈ എ ഈ എ നേരത്തെ എ ആയിരുന്നു, എ ആയിരുന്നു നേരത്തെ പഠിച്ചത്. ഇത് ഈ എ. ഈ എന്ന ഉച്ചാരണം നമ്മൾ പഠിച്ചു. ഈ എ ഈയ ഈയ ഈയ. ചെവിയുടെ ഈയ. സ്പിയ സ്പിയ സ്പിയ. വിയാഡ് 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 വിയാഡ്. നമ്മൾ വിയാഡ് വിയാഡ്. അതിൽ ഈ എ വന്നാൽ, ഈ വന്നാൽ, ഈ ഐ വന്നാലും ഒക്കെ നമ്മൾ എന്ത് പറയും? ഈ എന്നുള്ള ഉച്ചാരണം, ഇയ എന്ന ഉച്ചാരണം ഉണ്ടാവും. ഇയ ഇയ സ്പിയ വിയ വിയ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഓയ്. ഒ ഇ ഓയ്. ഒ ഇ എന്നതാണ് ഓയ്. ബോയ് കോയിൻ അനോയ്. ഓയ് അനോയ് അനോയ്. കോയിൻ 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 കോയിൻ. ബോയ് ബോയ് ബ് ഓയ് ബോയ്. ഓക്കെ, അത് സിമ്പിളാണ് തോന്നുന്നു. ഓയ്. ഇനി ആയ് ആയ്. ഹായ് ഹായ് ഹായ്. എച്ച് ഹ് എ ഐ ഹായ്. ബൈ ബൈ. ട്രൈ ട്രൈ ബൈ ട്രൈ ഹായ്. ഇനി എ അടുത്ത സൗണ്ട് നോക്കൂ. എ ഉ എന്നാണ്. എ ഉ. അത് ഞാൻ എഴുതിയതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ ഒരു തെറ്റ് വന്നതുകൊണ്ടാണ് ഞാനത് മാറ്റിയിട്ടുള്ളത്. എ നമ്മൾ നേരത്തെ പറഞ്ഞ എ ശബ്ദവും ഉ. എ ഉ എ ഉ എ ഉ. സോ സോ എന്നല്ല ഉച്ചാരണം സോ സോ. വാട്ട് ഈസ് യുവർ എയിം? സോ വാട്ട്സ് യുവർ എയിം? സോ പ്ലീസ് ഡിസ്പ്ലേ. സോ വാട്ട് ഈസ് യുവർ can do? സോ. റോൾ 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 എന്നല്ല, റോൾ 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 റോൾ. കോൾഡ് കോൾഡ് എന്നല്ല, നമ്മൾ കോൾഡ് അല്ല, കോൾഡ് കോൾഡ്. അറ്റ്മോസ്ഫിയർ ഈസ് വെരി കോൾഡ്. ഉച്ചാരണം നമ്മൾ ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ കോൾഡ് ക്ക് ഓ എന്നാണ് നമ്മൾ ഉച്ചരിക്കല്. പക്ഷെ cold. Atmosphere is very cold. We could not suffer എന്നൊക്കെ നമുക്ക് പറയാം. cold. ഇനി ആവ്. നമ്മളിപ്പോൾ ഏവ് എന്നാണ് പഠിച്ചത്. ഏവ് ഏവ്. അത് ഈ തല തിരിച്ചിട്ടതാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. ഇനി എ എന്ന സ്മോൾ ലെറ്റർ എയുടെ രൂപത്തിൽ വരുന്ന ആവ്. ഏവ് അല്ല, ആവ് ആവ്. cow 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 cow. round round. gown gown gown. gown gown gown. ഇത്രയാണ് ഡിഫ്തോങ്സ്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി നോക്കുക. ഞാൻ ഡിഫ്തോങ് സൗണ്ട് മാത്രം ഒന്ന് ഉച്ചരിക്കുന്നു. ഏയ് ഏയ്. ഞാൻ സൗണ്ട് മാത്രം 2 പ്രാവശ്യം ഉച്ചരിക്കുകയാണ്. ഓരോ സൗണ്ടും 2 പ്രാവശ്യം ഉച്ചരിക്കും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഏയ് ഏയ്. എൽ എൽ
Oa, oa, ear, ear, oi, oi, I, ow, 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 ow. Okay, these were the vowels we have to study in our class paper. We already discussed there were 20 vowels. 12 of them are pure vowels or monophthongs, and 8 of them diphthongs. Then we know what is diphthong and what is monophthongs. ഓക്കെ, നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു, വാട്ട് ഈസ് മോണോത്തോങ് എന്നത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി സ്പീച്ച് സൗണ്ട്സ് ആർ ഇൻ ഇംഗ്ലീഷ്. ക്വസ്റ്റ്യൻ നമ്പർ സെക്കൻഡ്, ഹൗ മെനി സ്പീച്ച് സൗണ്ട്സ് ആർ ഇൻ ഇംഗ്ലീഷ്. ഇത് രണ്ടാമത്തെ ചോദ്യമാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഹൗ മെനി ഡിഫ്തോങ്സ് ആർ ഇൻ ഇംഗ്ലീഷ്. ഹൗ മെനി ഡിഫ്തോങ്സ് ആർ ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഇത്രയും ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ നൽകണം. ഓക്കെ, നിങ്ങൾ നൽകുമെന്ന പ്രതീക്ഷയിൽ. താങ്ക് യു. ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം, ഞാൻ മറുപടി നൽകുന്നതാണ്. ഓക്കെ, താങ്ക് യു.